ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പിൻവാങ്ങിയതിനു പിന്നാലെ ഗാസയിൽ ഹമാസിന്റെ കൂട്ടക്കുരുതി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന കരാറുകൾ കാറ്റിൽ പറത്തി ഹമാസ് തീവ്രവാദികൾ ഗാസയിൽ നടത്തുന്നത് പരസ്യ വധശിക്ഷകൾ. പ്രചരിക്കുന്ന വീഡിയോകളിൽ ഹമാസ് തീവ്രവാദികൾ ഗാസ നഗരത്തിലെ ആളുകളെ വലിച്ചിഴച്ച് മുട്ടുകുത്തിക്കുകയും പിന്നിൽ നിന്ന് വെടിവെക്കുന്നതും കാണാം. ഇസ്രായേൽ സേനയുമായി സഹകരിച്ചുവെന്ന് ആരോപിച്ചാണ് പലരെയും കൊലപ്പെടുത്തിയത്. സമാധാന പദ്ധതി പ്രകാരം തീവ്രവാദികളെ നിരായുധീകരിക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കാനാവില്ലെന്ന ഇസ്രായേലിന്റെ വാദത്തെ ധിക്കരിച്ചുകൊണ്ട് പരസ്യ വധശിക്ഷകൾ നടപ്പിലാക്കിയ ശേഷം ഹമാസ് തീവ്രവാദികൾ ഗാസയിൽ പിടിമുറുക്കുകയാണ്. ഇതിനു പിന്നാലെ ഗാസ ഇപ്പോൾ കനത്ത സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തെ എതിർക്കുന്ന സലഫി ജിഹാദി ഗ്രൂപ്പുകൾ, ഡക്മുഷ് ഗോത്രം, അബു ഷബാബ് ഗ്രൂപ്പ് തുടങ്ങിയവരോടായിരുന്നു ഹമാസിന്റെ ഏറ്റുമുട്ടൽ. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതോടെ ഒളിച്ചിരുന്ന തീവ്രവാദികൾ തെരുവുകളിൽ ആയുധങ്ങളുമായി വീണ്ടും പ്രത്യക്ഷപ്പെടുകയായിരുന്നു. പാലസ്തീൻ ജനതയെ അടിച്ചമർത്തി അധികാരം തിരിച്ചെടുക്കുവാനാണ് ഹമാസിന്റെ പുതിയ നീക്കം. തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും അധികാരം പിടിച്ചെടുക്കുവാനും ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ച ശേഷം പാലസ്തീനികളെ സാധാരണക്കാരെ ഹമാസ് വീണ്ടും ബന്ദികളാക്കുകയാണെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്.